നിങ്ങളിപ്പോൾ ഇവിടുന്ന് പോകാനുള്ള പരിപാടിയാണോ അത്? അതല്ല, നിങ്ങൾ വരിക, യോഗത്തിന് വരിക. ഞങ്ങളെ കേരളത്തിലെ 140 നിയോജകമണ്ഡലം പ്രസിഡന്റുമാർ ഇവിടെ ഒന്നിച്ചു കൂടുകയാണ്. വളരെ അപൂർവമായിട്ടാണ് എന്തെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അത് പ്രാദേശികമായിട്ടൊക്കെ കൂടാറുള്ളത്. നോർത്ത് സോൺ, സൗത്ത് സോൺ, ഞങ്ങൾ 140 ബ്ലോക്ക് പ്രസിഡന്റുമാർ ഒന്നിച്ചു കൂടുകയാണ്. അതിൻ്റെ പ്രത്യേകത വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ എല്ലാ ജില്ലയിലും മത്സരിക്കണം, എല്ലാ നിയോജകമണ്ഡലത്തിലും മത്സരിക്കണം, കഴിയുമെങ്കിൽ എല്ലാ പഞ്ചായത്തിലും മത്സരിക്കണം. 25,000-ത്തിലധികം സ്ഥാനാർത്ഥികൾ കേരളത്തിൽ മത്സരിക്കുന്നുണ്ട്. പകുതി സ്ത്രീകളാണ്. അപ്പോൾ വളരെ ഒരു ജനകീയമായ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിനുള്ള തയ്യാറെടുപ്പിനെ കുറിച്ച് ആലോചിക്കാനാണ് ഈ യോഗം. ഇപ്പോൾ തോമസ് കെ തോമസിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. നാളെ നടക്കുന്ന യോഗത്തിൽ ആ വിഷയം ഉന്നയിക്കുമെന്ന്. സംസ്ഥാന നേതൃത്വത്തിന് പിന്തുണ അതിലുണ്ടാവും. ഈ യോഗത്തിൽ അങ്ങനെ ഒരു ചർച്ചയില്ല. ഈ യോഗം കൂടുന്നത് ഞാനീ പറഞ്ഞൊരു വിഷയത്തിന് വേണ്ടി മാത്രമാണ്. നാളെ നടക്കുന്ന യോഗത്തിൽ അദ്ദേഹത്തിന് പിന്തുണ, സംസ്ഥാന നേതൃത്വത്തിന് പിന്തുണ. നാളെ ഏത് യോഗം? നാളെ യോഗം നടക്കുന്നതാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. എനിക്കറിയില്ല. എന്നെ ഒന്നിനും വിളിച്ചിട്ടില്ല. അങ്ങനെ ഒരു യോഗം അറിയിച്ചിട്ടുമില്ല. അറിയില്ല. മന്ത്രിമാറ്റം ഉണ്ടാകുമോ? അറിയില്ല. മന്ത്രിമാറ്റം സംബന്ധിച്ചിട്ടുള്ള വിഷയം എങ്ങനെ പരിഹരിക്കാനാണ് NCP തീരുമാനിച്ചിരിക്കുന്നത്? ഈ വിഷയം നിങ്ങൾ ഉണ്ടാക്കിയതാ, നിങ്ങൾ തന്നെ പരിഹരിക്കണം. ഞങ്ങളാരും ഇന്ന് വരെ മന്ത്രിമാറ്റത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞു ഇനി അതിനൊരു സമാധാനം നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. തോമസ് കെ തോമസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് ഇപ്പം പറഞ്ഞൊന്നുമല്ല. അദ്ദേഹം മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. അത് വളരെ മുമ്പ് തോമസ് പറഞ്ഞ കാര്യമാണ് നിങ്ങളീ പറയുന്നത്. ഇന്നലെയോ മെനിഞ്ഞാന്നോ ഈ കഴിഞ്ഞ ആഴ്ചയിലോ ഒന്നും നിങ്ങൾ പറയുന്ന തോമസ് പറഞ്ഞിട്ടില്ല. പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെ നിങ്ങൾ പറ. ഞങ്ങളുടെ പാർട്ടിക്കകത്തൊരു പ്രശ്നമില്ല. ഞങ്ങളെ പ്രശ്നം ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇന്ന് കൂടുന്ന വിഷയം എന്താന്ന് പറഞ്ഞു. അതിൽ നിങ്ങൾക്കൊരു താല്പര്യവും ഇല്ല. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നവും നിലവിലില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ വരും? ഇപ്പോൾ രാവിലെ കൂടി അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത് തനിക്ക് മന്ത്രിസ്ഥാനം അർഹതപ്പെട്ടതാണ്, താൻ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നാളെ. ആര് പറഞ്ഞു? തോമസ് കെ തോമസ് അല്പസമയം മുമ്പ്. തോമസ് അവൈലബിൾ ആണ് കൊച്ചിയിൽ. തോമസിനെ കാണണം ദയവ് ചെയ്ത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്. അദ്ദേഹത്തെ ഒന്ന് കാണണം കേട്ടോ. അല്ല, തോമസിനെ ഒന്ന് കാണണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അദ്ദേഹത്തെ കണ്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തോമസിനെ കാണണം. അല്ലെന്നേ, അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞതല്ലാതെ തോമസ് പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞില്ല. ഇന്ന് തോമസ് അങ്ങനെ പറഞ്ഞിരിക്കാൻ ഒരു വഴിയുമില്ല. നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഇല്ല. അത് പഴയ വാർത്തയാണല്ലോ. അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഉണ്ടെന്നോ ഇല്ലെന്നോ ചർച്ച ചെയ്തെന്നോ ചർച്ച ചെയ്തില്ലെന്നോ സംഭവിക്കുമെന്നോ ഇല്ലെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആശയക്കുഴപ്പമില്ല, ആശയ വ്യക്തതയാണ്. വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് ഞങ്ങൾ പറയുന്നത്. ആ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കും. ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഈ കമ്മിറ്റിയുടെ മുമ്പിലില്ല. എന്തോ എന്നെ വിളിച്ചിട്ടില്ല. എന്ത് നിങ്ങൾ പറഞ്ഞാലും ഞാനീ പറഞ്ഞല്ല ഒന്നുമല്ല. ഇന്ന് ഞങ്ങൾ എത്ര പ്രധാനപ്പെട്ട ഒരു യോഗമാണ് ഇന്ന് നടക്കുന്നത്. അതിനെക്കുറിച്ച് എന്ത് വേണം ചോദിക്കുക. 140 ബ്ലോക്കിലും കമ്മിറ്റി ഉണ്ടോ? എല്ലാവരും വരുമോ? എന്താണ് ചർച്ച? ഈ വിഷയം ഇന്നുവരെ ഈ പാർട്ടിയുടെ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെയോ എക്സിക്യൂട്ടീവിലോ ഇങ്ങനെ ഒരു ചർച്ച വന്നിട്ടില്ല. ആ ചർച്ച വരാത്തിടത്തോളം കാലം ഇന്നത്തെ യോഗത്തിലും ആ ചർച്ചയില്ല. അതെ, പിന്നെ ഞാൻ എന്താ അതിനെക്കുറിച്ച് പറയുക? ഈ NCPയിലെ ഒരു പ്രധാനപ്പെട്ട MLA ആണ് തോമസ് കെ തോമസ്. അദ്ദേഹം തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. അതുകൊണ്ട് താങ്കൾക്ക് പാർട്ടി അധ്യക്ഷൻ താങ്കൾ അതിന്റെ ഒരു ടൈം ഫാക്ടർ ഷോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ചോദ്യത്തിന് വേണ്ടി ഒരു 5-6 മാസം മുമ്പ് തോമസ് പറഞ്ഞിരുന്ന ഒരു കാര്യം താങ്കൾ ഇപ്പൊ ചോദിക്കുകയാണ്. തോമസ് ഇന്നോ ഇന്നലെയോ കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ ഒരു മാസമോ ആയിട്ട് തോമസ് ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് വളരെ മുൻപ് തോമസ് പറഞ്ഞൊരു കാര്യം ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കാം. ഇന്ന് രാവിലെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പ്രസിഡന്റിനെ കാണാൻ പോകുന്നല്ലേ പറഞ്ഞുള്ളൂ. വേറൊന്നും പറഞ്ഞു അല്ല, അതെനിക്കറിയില്ല. പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ എന്ത് വിഷയവും ഉന്നയിക്കാമല്ലോ.
പ്രസിഡന്റിനെ കാണാൻ പോകുമ്പോൾ ഒരു പാർട്ടി എന്ന രീതിയിൽ അധ്യക്ഷനടക്കം പങ്കെടുക്കേണ്ടതല്ലേ? എന്നെ വിളിച്ചാൽ ഞാൻ പോകും. എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. അദ്ദേഹം വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോകും. ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട് എംഎൽഎയും? ഇല്ല. ഞങ്ങൾ തികഞ്ഞ ശശീന്ദ്രനും തോമസും ഞാനും ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി യോജിച്ചാണ് പോകുന്നത്. ഒറ്റ മനസ്സോടുള്ള തീരുമാനം കെ ശശീന്ദ്രൻ മന്ത്രിയെ തുടരുമെന്നുള്ളതാണോ? ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചാലും ഒന്നിച്ച് മീറ്റിംഗ് കൂടാൻ തീരുമാനിച്ചാലും ഇതെല്ലാം ഒന്നിച്ചല്ലേ. ഇത് ശശീന്ദ്രന്റെ കാര്യം, മന്ത്രിസ്ഥാനത്തിന്റെ കാര്യം ഞങ്ങൾ ഒരു ഫോറത്തിലും ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഫോറത്തിലും ചർച്ച ചെയ്തിട്ടില്ല. അതിൽക്കപ്പുറത്തോട്ട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. പാർട്ടിയുടെ ഒരു ഫോറത്തിലും അങ്ങനെ ഒരു കാര്യം ചർച്ച ചെയ്തിട്ടില്ല.